ഇല്ല സാർ, DSP സാറ് സാറിൻ്റെ പേഴ്സണൽ നമ്പറിൽ നിന്ന് വിളിച്ചു. റഷീദെ, നിൻ്റെ മകനെ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അവനായിട്ട് എന്താ വിഷയങ്ങളൊന്നുമില്ല, വിവരങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എന്താണ് ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ സാറ് ഞാൻ വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചൻ്റെ ശേഷം അവർ പോരുമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമേ പോരുള്ളൂ. ഉച്ചൻ്റെ ശേഷമേ പോരുന്നതാണ് ഇപ്പം കിട്ടിയ വിവരം. ഇനി എന്താ പോലീസിൻ്റെ കാര്യങ്ങളാണല്ലോ, നമുക്ക് എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്തെങ്കിലും പരിക്കോ മറ്റോ ഉണ്ടോ എന്ന് ഒന്നും പറയാൻ പറ്റില്ല. അത് പോലീസ് മെഡിക്കൽ ചെക്ക് കഴിഞ്ഞിട്ടില്ല നമുക്ക് പറയാൻ പറ്റുമോ. അനൂസ് നന്നായി തന്നെയാണ് സംസാരിച്ചത്, കുഴപ്പമൊന്നും. സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല. ആരാണ് തട്ടിക്കൊണ്ടുപോയത് അത്തരം കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ള കാര്യങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്നാണ് കിട്ടിയത്. കൊണ്ടോട്ടിയിൽ നിന്ന് പോലീസ് തന്നെയാണോ കണ്ടെത്തിയത്? പോലീസ് DSP സാറാണ് എന്നോട് വിളിച്ച് ആദ്യം ഇൻഫർമേഷൻ തരുന്നത്. DYSP അനൂസിനൊപ്പം ഉണ്ട്. ഒപ്പമുണ്ട്. അപ്പം മറ്റു പരിക്കുകളൊന്നുമില്ല, സന്തോഷമാണ്. അതിപ്പോൾ ഓനെ സംസാരത്തിലും പ്രശ്നങ്ങളൊന്നും മറ്റു മെഡിക്കൽ റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആരാണ് തട്ടിക്കൊണ്ടുപോയതിനെ സംബന്ധിച്ച് കുറിച്ച് ഇപ്പോൾ വ്യക്തമായ ചിത്രങ്ങൾ പോലീസിൻ്റെ അന്വേഷണത്തിലിരിക്കുന്ന കാര്യമാണല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് പ്രതികരിക്കുന്നത് ശരിയല്ല. മൂത്ത സഹോദരൻ അജ്മലിനെ കുറിച്ച് ഇപ്പം വിവരമൊന്നും കിട്ടിയിട്ടില്ല. അജ്മൽ ഇവിടെയൊക്കെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നെന്നും പിന്നെ വലപ്പോഴൊക്കെ ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൽ പരാതി കൊടുക്കുന്നുണ്ടോ? അല്ല, അതിനിപ്പോൾ അത് സാറ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഏതായാലും അനൂസ് എന്നെ തിരിച്ചു കിട്ടിയതിൽ നമുക്ക് ഭയങ്കര ആശ്വാസം, സന്തോഷമുണ്ട്. ഇവിടുന്ന് ആരൊക്കെയാ, എത്ര പേരുണ്ടായിരുന്നു അവർ എന്നങ്ങനെ എന്തെങ്കിലും അറിയും? ആ കാര്യങ്ങൾ അന്നിപ്പോൾ ഞങ്ങൾ പറയണ റിപ്പോർട്ട് ചെയ്തതല്ലേ. ഒരു ബൈക്കിലും കാറിലായിട്ട് വന്ന് ഇതുവരെ വൈറ്റ് ഷിഫ്റ്റ് വണ്ടി, ഒരു മോട്ടോർ സൈക്കിളും അവർ വന്ന ആളുകളാണ് ചെയ്തത്. 6 or 7 പേരുണ്ടെന്ന് അതൊക്കെ നമ്മൾ പലതാണ് പറഞ്ഞതാണ്. ഏതായാലും ഇപ്പോൾ വലിയ ആശ്വാസം തോന്നുന്നു.